ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഓർഡർ ഉണ്ടാവുന്ന ദിവസം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെതൊക്കെ ഉണ്ടിട്ടെന്ന് ഇതുണ്ടാവുന്ന ദിവസം ഞാൻ തലേ ദിവസം തന്നെ അരിയെല്ലാം കുതിർത്ത് വെച്ചിട്ടാണ് ഈ ഒരു ജോലിക്ക് തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ ഇതൊന്ന് അരച്ച് വെച്ചതിന് ശേഷം മറ്റെല്ലാ പണികളും ചെയ്യും. കാരണം ഇത് അരച്ച് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അവർ പൊങ്ങി വരുന്ന ഇതിൽ വരുന്നത്. ഓവർ പുളിക്കാനൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് രാവിലെ എണീച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അരിയെല്ലാം അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഈ ഒരു ഉപ്പ് നമ്മൾ അരക്കുമ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുക. ഒരു 1-2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ മറ്റ് പണികളെല്ലാം നോക്കാം. ഇനി അടുത്തത് നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. പിന്നെ മല്ലിയില, പച്ചമുളക് അങ്ങനെയുള്ള സംഭവമെല്ലാം റെഡിയാക്കണം. അപ്പോൾ സവാളേൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതൊന്ന് വൃത്തിയാക്കിയ ശേഷം നമുക്ക് മാറ്റി വെക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോപ്പർ ഉണ്ടായതുകൊണ്ട് എല്ലാം നല്ല ഈസിയിലാണ് കേട്ടോ. എനിക്ക് ഇതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ സവാള വാങ്ങുന്ന സമയത്ത് ഞാൻ കൂടുതൽ തന്നെ വഴറ്റി വെക്കാറുമുണ്ട്. അങ്ങനെ എല്ലാ ദിവസമൊന്നും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് കൂടുതൽ വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ വഴറ്റി വെക്കും. അപ്പോൾ നമ്മൾ എന്നും നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഡെയിലി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി വെക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ആക്കണമെന്നില്ല. പിന്നെ അടുത്ത പണി നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട്ലറ്റിന് വേണം. പിന്നെ ഞാൻ ഇടയ്ക്ക് വേറെ കുറച്ചൊക്കെ സ്നാക്കെല്ലാം ഉണ്ടാക്കാറുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഞാനിതാ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ, മധുരക്കിഴങ്ങ് അത് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കട്ട്ലറ്റിന്. ഇനി ഇത് കൽത്തപ്പത്തിനുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു സ്നാക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അത് കഴുകിയിട്ട് ഇതാ നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ സിംഗിളായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ സ്ക്രീനിലായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത് നമ്മളിത് പാനിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് നല്ലൊരു ഇതായിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിത് വേവിച്ച് റെഡി ആയതിനു ശേഷം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാം. വെച്ച് കുറച്ച് ഓയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ലോണം ഓയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അതാ നമ്മൾ ഓരോന്നായിട്ട് നമ്മളിത് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യപ്പമൊക്കെ പോലെ ചുട്ടെടുക്കുന്നതാണ്. നെയ്യപ്പം നമ്മൾക്ക് ഒന്നിച്ച് കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഈ അടുത്താണ് കേട്ടോ എനിക്കറിഞ്ഞത്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കൂടി കുടിക്കുന്നുണ്ട്. ചായ കുടിക്കാതെ കുറച്ച് സമയമായി. രാവിലത്തെ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങിയതാണ് കിച്ചണിൽ. അപ്പോൾ ഓരോന്നോരോന്നേ ചെയ്തിട്ട് ഇങ്ങനെ സമയം പോയി. കുട്ടികൾക്കും എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇറങ്ങിയതെങ്കിലും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ പോയി പോന്ന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ചായയൊക്കെ കുടിച്ചതിന് ശേഷം അടുത്തതിലേക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതിനേക്ക് ഞാനിതാ മൈദയും പിന്നെ കുറച്ച് പാൽപ്പൊടി അങ്ങനെയൊക്കെ എടുക്കുന്നത്. ഈ പാൽപ്പൊടി എടുക്കുന്നത് നമ്മൾ പാലിന് പകരമായിട്ടാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് പാലെടുക്കാം. അപ്പോൾ പാൽപ്പൊടി ആകുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ പാൽപ്പൊടി എടുക്കുന്നത്. അതിന് വെച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് മിക്സാക്കി എടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റി പോകുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ ഒരു ദിവസം ഞാൻ എന്തായാലും ക്ലാസ് എടുക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താ ഇപ്പോൾ ക്ലാസ് എടുക്കാനുള്ളത്, ഇതൊക്കെ എല്ലാം ഞാൻ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. എന്നാലും അവർക്കൊക്കെ ഒരുപാട് ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അതുകൊണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇൻഷാ അള്ളാ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ കൽമാസം ഉണ്ടല്ലോ, അതും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം മാവെല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല ഇത് ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടായതുകൊണ്ട് നമുക്കത് സിമ്പിളാണ്. പെട്ടെന്ന് ഇത് ഉണ്ടാക്കി ഒന്ന് ഷേപ്പാക്കിയിട്ട് ആവിയിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടുണ്ട്.
കൽമാസ് ഇതുപോലെ തന്നെ ആക്കണം എന്നില്ല കേട്ടോ, നമ്മൾ അറിയുന്ന പോലത്തെ ഷേപ്പാക്കി എടുക്കാം. പക്ഷേ ഈ ഒരു ഷേപ്പാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കൽമാസ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ആവാത്ത സാധനമാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എടുത്ത് ആവിയിൽ വേവിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് സ്നാക്കായിട്ടും നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ അങ്ങനെ ഏതിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മുളകോ മഞ്ഞളോ അങ്ങനെ ഉള്ളതൊന്നും ഇടാതെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തലേദിവസത്തെ എടുത്ത് വെക്കൽ തന്നെയാണ്. ഇതിനടുത്തത് ഇത് അരച്ച് പത്തിരിക്കുള്ള ഡോ റെഡിയാക്കണം. അപ്പോൾ അതിന് മൈദയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതിലോട്ട് നെയ്യോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണം. അപ്പോൾ ഞാനധികം നെയ്യാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നെയ്യ് ഇട്ടിത്ര നമ്മൾ ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ക്രിസ്പി ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിൽ ഞാൻ അളന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനിലിടാം. അപ്പോൾ കാണാത്തവരുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. അത് എത്ര റെഡി ആക്കേണ്ടത്, എത്ര നെയ്യിടൽ എന്നൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പിഷ്കാതെ നമ്മൾ എത്രമാത്രം നെയ്യിടുന്നു അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴാണ് ആ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായി കൈകൊണ്ട് ഇത് റബ്ബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തിരുമ്മി എടുത്തിട്ടാകുമ്പോഴാണ് ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. നെയ്യും ഈ മൈദയും ഉപ്പ് ഇത് മൂന്നും നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്ത് അതെല്ലാ ഭാഗത്തും ഇങ്ങനെ ഒട്ടുന്ന വിധത്തിൽ അങ്ങനെ ആയിട്ട് വരണം. എന്നിട്ട് നമ്മളതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ലൂസാവാൻ പാടില്ല, നല്ലോണം ഹാർഡാവാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലോണം ലൂസായി കഴിഞ്ഞാൽ നമ്മൾ പരത്തുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും, അത് ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയാവും. അപ്പോൾ ഹാർഡായി കഴിഞ്ഞാലോ നമ്മൾക്കത് പരത്താനും കുറച്ച് ബുദ്ധിമുട്ടാവും. ഹാർഡായാൽ നല്ല തന്നെയാണ്, ക്രിസ്പിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾക്കിത് പരത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇത് പിന്നെ കൂടുതൽ ദിവസമൊന്നും വെക്കുന്നതല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കി ആ ഒരു ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉണങ്ങി പിടിക്കുന്ന സാധനമല്ല കേട്ടത്. അപ്പോൾ ഇതുപോലെ ഉണ്ടകളാക്കിയിട്ട് നമ്മളിത് പൊടിയെല്ലാം ഇട്ടിട്ടാണ് ഇത് എടുത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പോവും. അപ്പോൾ പരത്തിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരത്താൻ നല്ല ഈസി മെത്തേഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മളിതാ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സവാളയൊക്കെ വഴറ്റി, ഇതിന് ശേഷമുള്ള സവാളയൊക്കെ വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ പരത്തി നമ്മൾ മസാലയൊക്കെ ഫില്ല് ചെയ്ത് സൈഡെല്ലാം മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ. ഇറച്ചി കൊണ്ടുണ്ട്, നമ്മൾ നോർമൽ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടും ഇറച്ചി കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ഇതുപോലെ ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ.